ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജയറാമിൻ്റെ ഒരു സിനിമയിലെ പാട്ടാണ് കേട്ടോ. എന്തായാലും ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഇത് പാടാനാണ് തോന്നിയത്. ഈ താരത്തിനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് താരം ബിൻസി. ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ബിഗ് ബോസിലെ ആൾ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ചില കുൽസിതങ്ങളൊക്കെ അതിനകത്ത് ഒപ്പിക്കാൻ നോക്കി. എന്താ പറയുക, പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഔട്ടായി പോയി. പിന്നീട് ലാസ്റ്റ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ചു വരുമല്ലോ, ആ ഒരു സമയത്ത് ഈ പറയുന്ന ആർജെ ബിൻസി വന്ന് വലിയ പൊട്ടിഷോയൊക്കെ കാണിച്ച് വലിയ ഡയലോഗൊക്കെ അടിച്ച താരമായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ ട്രോളുകളും വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു താരം തന്നെയാണ് ഈ പറയുന്ന ആർജെ ബിൻസി. അപ്പോൾ ഇന്നത്തെ വിഷയം അതൊന്നും അല്ല. ഇന്ന് അവരുടെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്തായാലും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവർ തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കാണാം കേട്ടോ. നമ്മൾ ബർത്ത്ഡേക്ക് പറഞ്ഞ ആ ഒരു വാക്ക് പാലിച്ചിട്ടുണ്ട്. ജന്മം തന്ന അപ്പനും അമ്മയ്ക്കും നമ്മളുടെ ഒരു സമ്മാനം കൊടുക്കാൻ പോകുന്നുള്ളത്. അപ്പൊ ഇന്നാ വിളിച്ചോ റോയൽ എൻഫീൽഡിന്റെ കീ. ഓക്കെ കല്യാണം കഴിക്കത്തില്ല. കല്യാണം കഴിക്കത്തില്ല. അല്ല, കല്യാണം കഴിക്കുന്ന വേറൊരാളുടെ വീട്ടിൽ പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കണം. മാറി ചിന്തിക്കണം. അല്ല, കല്യാണം കഴിക്കത്തില്ല. കഴിക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളെ പ്രിഫർ ചെയ്തു. എന്റെ അപ്പനും അമ്മയ്ക്ക് ഒന്ന് ചില്ല് ചെയ്യാൻ ആൾക്കാർ വേണ്ടേ അല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിൽ അമ്മക്കളില്ലാത്ത കാരണം വരുന്നു. വന്ന് കയറുന്ന മോൻ ഞങ്ങളുടെ മുത്തായിരിക്കും അല്ലേ? ചാച്ചനോട് വ്ളോഗിലൊക്കെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം പയ്യേ ഉള്ളൂ ഉണ്ടല്ലോ. അപ്പോൾ ആർജെ ബിൻസിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മറ്റോ ബർത്ത്ഡേക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് തന്നെയാണ് ഒരു ഗിഫ്റ്റായിട്ട്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മക്കൾ കൊടുക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക, സ്വന്തം മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ എന്താ പറയുക, നമ്മളത് അംഗീകരിച്ച് തന്നെ കൊടുക്കണം. പക്ഷേ ഇമാതിരി പട്ടിഷോ കാണിക്കുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം ഇവരിപ്പോൾ ഇങ്ങനെ ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവരൊരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. എങ്ങനെ ഇത് മീഡിയക്കാർ അറിയുന്നു? അപ്പോൾ ഇവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കണമല്ലോ മീഡിയക്കാർ ഇത് അറിയുന്നത്. അല്ലാതെ മീഡിയക്കാർ ഇത് എങ്ങനെ അറിയും? അപ്പോൾ ഇവർ ഇന്ന് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മീഡിയക്കാരെ ഇവർ തന്നെ വിളിച്ച് വരുത്തിയതായിരിക്കണം. മുന്നേയും ഈ ആർജെ ബിൻസിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ള. കാരണം പുള്ളിക്കാരിക്ക് എവിടെ ഒന്ന് പട്ടിഷോ കാണിക്കാൻ കിട്ടുന്ന അവസരവും പുള്ളിക്കാരി പാഴാക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും സ്വന്തം അച്ഛൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് നാലാളെ അറിയിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, ഓൺലൈൻ മീഡിയാസിനെയൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓൺലൈൻ മീഡിയാസ് എല്ലാം അവിടെ ചെന്ന് ഇവരുടെ എല്ലാ വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിസിറ്റി, അല്ലാതെ എന്താ? അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചില പട്ടിഷോ ഒക്കെ കാണുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പ്രതികരിക്കും. ലൈഫിൽ ആദ്യമായിട്ടാണ് എന്റെ അമ്മ ജീൻസ് ഇടുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് ഇത് കണ്ടിട്ട്. ഞാനൊരു ചേച്ചിയാണ്. അമ്മാന്ന് വിളിക്കണ്ട, ചേച്ചി ഞങ്ങൾ സിസ്റ്റേഴ്സ്. മരിയയും ഇവരിങ്ങനെ ഇടാറുണ്ട്. പക്ഷേ മരിയയുടെ സ്പെഷ്യാലിറ്റി അവൾ ഓൺലൈൻ മീഡിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അന്ന് മരിയ പറഞ്ഞു ഞാൻ ഏറി കയറി. ആ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഇത് നമുക്ക് പറയാല്ലേ. ആർജെ ബിൻസിയുടെ ആദ്യമായിട്ട് ജീൻസും ഷർട്ടും ഇട്ടു. എന്താല്ലേ പുതിയ എന്താ പറയാ, പുതിയ ട്രെൻഡൊക്കെ ഇതല്ലേ? അമ്മമാരും അച്ഛന്മാരൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. എന്തായാലും ആർജെ ബിൻസിക്ക് പറ്റിയ അച്ഛനും അമ്മയാണല്ലോ. കാരണം ബിൻസിയുടെ ആ ഒരു അതേ വൈബില് നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും തന്നെ. അതുകൊണ്ട് പിന്നെ കൊള്ളാം കേട്ടോ. എന്താന്ന് പറഞ്ഞാലും നമ്മൾ ഓക്കെയാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് നാലാളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ മീഡിയക്കാരെയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പോ ഇതുപോലെയൊക്കെയുള്ള കുറച്ച് എന്താ പറയാ ഭയങ്കര പട്ടിഷോയൊക്കെ കാണിക്കണമല്ലോ, എന്നാലല്ലേ റീച്ച് കിട്ടത്തുള്ളൂ. എന്നാലും പുള്ളിക്കാരി ഈ പറയുന്ന ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ആ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ നല്ല രീതിയിൽ
റീച്ച് കിട്ടി, അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ ഇമാതിരി കിടന്ന് ഷോ കാണിക്കുന്ന കാണുമ്പോൾ അതിനെ കുറിച്ച് രണ്ടെണ്ണം പറയാതിരിക്കാൻ തോന്നില്ല. ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ. ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ തോന്നും, ഓ അവരങ്ങനെ കാണിക്കുന്നതിന് നിനക്കെന്താ അസൂയല്ലേ മറ്റല്ലേ മറിച്ചല്ലേ എന്ന് പറയാം. ഇത് അസൂയല്ല. ഈ പെങ്കൊച്ച് ഇമാതിരി പട്ടിഷോ പല സ്ഥലങ്ങളിൽ കിടന്ന് കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ തന്നെ വന്ന് കാണിച്ച് നമ്മള് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇമാതിരിയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പട്ടിഷോ കണ്ടപ്പോഴത്തേക്കും അതിനെതിരെ രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? RJ ബിൻസിയുടെയും കുടുംബത്തിന്റെയും ഈ ഒരു പുതിയ പരിപാടി, അതായത് റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇതുപോലുള്ള പരിപാടിക്കൊക്കെ എന്താ പറയണ്ടേ? സ്വന്തം മാതാപിതാക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അത് നാലാളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലെ മീഡിയക്കാരെയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പൊ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു എന്ന് വരും. ഇതിലൊക്കെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോൾ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളുണ്ടല്ലോ, അയ്യോ നല്ല രസാട്ടോ, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു മരിക്കും, അമ്മാതിരി കമന്റുകള്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം.